ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ ബാക്ക് ഓപ്പൺ ആണ് നോക്കാൻ പോകുന്നത്. പ്രിൻസസ് കട്ട് ബ്ലൗസ് ബാക്ക് ഓപ്പൺ വിത്തൗട്ട് ലൈനിങ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് ഞാൻ ഇത്രയും മെഷർമെൻറ്റ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. മെഷർമെൻറ്റ് എടുക്കാൻ അറിയാത്തവർ ബോഡിയിൽ നിന്ന് എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കാമെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് വരിക. നമുക്ക് ആദ്യം ഷോൾഡർ ലൈൻ വരയ്ക്കാം. ഷോൾഡർ ലൈൻ വരയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ പേപ്പറിൽ ഏത് പേപ്പറാണോ, ഞാൻ പേപ്പർ പാറ്റേൺ ഉപയോഗിച്ചിട്ടാണ് ആദ്യം നമ്മുടെ ബോഡിയിലെ മെഷർമെൻറ്റ് വരയ്ക്കുക. അതിന് ശേഷമാണ് തുണിയിൽ വരയ്ക്കുക. അപ്പോൾ അതിനായി രണ്ട് സൈഡും ഇതേപോലെ ഒരു ബോർഡർ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ നമുക്ക് ആക്ച്വൽ ഷോൾഡർ എത്രയാണോ വന്നിരിക്കുന്നത് അതേ /2 ചെയ്യുക. എന്നിട്ട് നമുക്ക് ആക്ച്വൽ ഷോൾഡർ ഇവിടെ മാർക്ക് ചെയ്യാം. അതേപോലെ നെക്ക് വിഡ്ത്ത് 2.5 ആണ് ഞാനിവിടെ മാർക്ക് ചെയ്യണത്. ഇതിലൊക്കെ വ്യത്യാസം വരും, ഞാനത് വീഡിയോയിൽ ഓരോന്നോരോന്നായി പറയുന്നുണ്ട്. ഇപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ 2.5ഉം നമ്മുടെ ഷോൾഡർ /2ഉം മാർക്ക് ചെയ്യുക. എന്നിട്ട് 1 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക. എന്നിട്ട് ആ 2.5ഉം ആ 1 ഇഞ്ചും കണക്ട് ചെയ്ത് വീഡിയോയിൽ കാണുന്നത് പോലെ സ്ലാൻഡിങ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇനി നമുക്ക് നമ്മുടെ ഷോൾഡർ, നമ്മുടെ നെക്കിനനുസരിച്ചുള്ള ഷോൾഡർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനായി ഞാനിവിടെ ഒരു ഫോർമുല യൂസ് ചെയ്യുന്നുണ്ട്. ബാക്ക് നെക്ക് ഡെപ്ത്ത് -1 × 0.25. ഈ 0.25 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡായിട്ട് എല്ലാവർക്കും ഇത് തന്നെയാണ് വരിക. അപ്പോൾ നമ്മുടെ നെക്ക് ഡെപ്ത്ത് എത്രയാണോ അതേ -1 × 0.25. അതായത് ഈ ഫോർമുല എല്ലാവർക്കും കോമൺ ആണ്. ബാക്ക് നെക്ക് ഡെപ്ത്ത് എത്രയാണോ വരുന്നത് അതേ -1 × 0.25. എന്നിട്ട് നമുക്ക് അതിലൊരു ആൻസർ കിട്ടും. അതിനെ നമുക്ക് നേരത്തെ ആക്ച്വൽ ഒരു ഷോൾഡർ കിട്ടിയിട്ടില്ലേ, ഷോൾഡർ /2, അതിൽ നിന്ന് ഈ കിട്ടിയ ആൻസറിനെ മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അതാണ് നമ്മുടെ ഇനി വരാൻ പോകുന്ന ഷോൾഡർ, അതായത് നെക്ക് ഡെപ്ത്തിന് അനുസരിച്ചുള്ള ഷോൾഡർ. ഇത് എത്രയാണോ നെക്ക് ഡെപ്ത്ത് അത് ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് ഈ നെക്ക് ഡെപ്ത്തിന് എത്രയാണ് ഷോൾഡർ വെക്കേണ്ടതെന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. അത് നമുക്ക് ഈ ബോർഡർ ലൈനിൽ നിന്ന് ആ സ്ലാൻഡിങ് ലൈൻ വരെ വെച്ച് നോക്കിയിട്ട് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഇനി ഞാൻ അപ്പർ ബോഡി /6 ചെയ്യുന്നുണ്ട്. അതായത് ആം ഡെപ്ത്ത് ലൈന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അപ്പർ ബോഡി /6. അത് നമുക്ക് ഈ ഭാഗം മാത്രം പെൻസിലിൽ മാർക്ക് ചെയ്യാം. അതായത് ഇത് നമുക്ക് അപ്പർ ബോഡി /6 ചെയ്യുമ്പോൾ ഒരു ആൻസർ കിട്ടും. അത് നമുക്ക് എല്ലാവർക്കും കറക്റ്റ് ആവണം എന്നില്ല. നമ്മളിനി അത് ആം റൗണ്ട് കർവ് മെഷർ ചെയ്ത് നോക്കും. മെഷർ ചെയ്തതിന് ശേഷമേ നമുക്കിത് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയ ആൻസർ വെച്ചിട്ട് നമ്മുടെ ആ ഷോൾഡർ ലൈൻ അതേ തന്നെയാണോ നോക്കിയിട്ട് അവിടെ ഒരു ചെസ്റ്റ് ലൈനും വരച്ചു കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ വിത്തൗട്ട് ലൈനിങ് ആണ് എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ അപ്പർ ബോഡി /4 ഡയറക്റ്റ് ചെയ്തു. അപ്പർ ബോഡി /4 ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അതിൻ്റെ കൂടെ 1/4 ഇഞ്ച് മാത്രം ആഡ് ചെയ്യുക, വിത്തൗട്ട് ലൈനിങ് ആയതുകൊണ്ട്. വിത്ത് ലൈനിങ് ആണെങ്കിൽ 1/2 ഇഞ്ച് ആഡ് ചെയ്യുക. ഇത് നെക്ക് ഡെപ്തിനെ ആശ്രയിച്ചിരിക്കും ഈ നമ്മുടെ എത്ര ലൂസ് കൊടുക്കണം എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഞാൻ വിത്തൗട്ട് ലൈനിങ് ആയതുകൊണ്ട് 1/4 ഇഞ്ച് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. 1/4 ഇഞ്ച് ആഡ് ചെയ്തിട്ട് നമുക്ക് അപ്പർ ബോഡി /4ൻ്റെ കൂടെ 1/4 ഇഞ്ച് ആഡ് ചെയ്തൊരു ആൻസർ കിട്ടില്ല. അതിന് ചെസ്റ്റ് ലൈനിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആം ഡെപ്ത് ലൈനിൻ്റെ മിഡ് പോയിൻ്റ് എടുക്കണം. ഇതുപോലെ ആം ഡെപ്ത് ലൈനിൻ്റെ മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആം ഹോൾ കർവ് സ്കെയിൽ വെച്ചിട്ട് ആ മിഡ് പോയിൻറ്റും ചെസ്റ്റ് ലൈൻ പോയിൻറ്റും കിട്ടിയിട്ടില്ലേ അവിടെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ ആം ഹോൾ കർവ് വരച്ചത് ശരിയാണോ നോക്കണം. അതിനായി നമ്മുടെ ആം റൗണ്ട് എത്രയാണ് നോക്കുക. എനിക്കിവിടെ 14.5 ആണ്. അതിൻ്റെ കൂടെ നമ്മൾ അപ്പർ ബോഡിയിൽ എത്രയാണ് ലൂസ് ആഡ് ചെയ്തത്, 1/4 ഇഞ്ച്. അതേ ലൂസ് ഇവിടെയും ആഡ് ചെയ്യണം, ആം റൗണ്ടിലും ആഡ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിരിക്കുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ ആം റൗണ്ടിൻ്റെ കൂടെ 0.5 ആഡ് ചെയ്തിട്ട് /2 ചെയ്തു. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസർ കറക്റ്റായിട്ട് ആ ടേപ്പ് ആ കർവിൽ അത് എവിടെ നമ്മൾ മറന്നു പോകാതിരിക്കാൻ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ആ ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ ലൈനിൽ മെഷർ ചെയ്ത് നോക്കാൻ പാടില്ല. ലൈനിൻ്റെ ഇപ്പുറത്ത് സ്റ്റിച്ച് എവിടെയാണോ വരിക അവിടെ ഈ ടേപ്പ് വെച്ചിട്ട് ആം ഹോൾ കർവ് ലൈന് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയ മെഷർമെൻറ്റിൽ വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇതുപോലെ മെല്ലെ മെല്ലെ വെച്ച് നോക്കണം. ഈ ആം ഹോൾ കർവ് എപ്പോഴും മെഷർ ചെയ്യുമ്പോൾ 1-2 പ്രാവശ്യം കറക്റ്റാണോ എന്ന് വെച്ച് നോക്കുക. കാരണം കർവ് ലൈനിൽ എപ്പോഴും വ്യത്യാസം വരും. അപ്പോൾ കർവ് ലൈന് 1-2 പ്രാവശ്യം ഇതുപോലെ മെല്ലെ മെല്ലെ വെച്ച് നോക്കുക. എനിക്ക് കിട്ടിയ മെഷർമെൻറ്റിനേക്കാളും ഇത് കൂടുതലാണ്. അപ്പം ഞാൻ കുറച്ച് എത്രയാണോ വ്യത്യാസം വന്നത് അത് മുകളിലേക്ക് മാറ്റി ഒരു ലൈൻ വരയ്ക്കണം.
ഇതിപ്പോൾ 1/2 ഇഞ്ചാണ് ഡിഫറൻസ് വരുന്നതെങ്കിൽ ആ 1/2 ഇഞ്ച് മുകളിലേക്ക് മാറ്റി മാർക്ക് ചെയ്യുക. ഇനി 1/2 ഇഞ്ച് കുറവാണ്, നമുക്ക് കൂട്ടണമെന്നെങ്കിൽ 1/2 ഇഞ്ച് താഴോട്ട് മാറ്റി മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ, ആം ഡെപ്ത് ലൈനിൻ്റെ മിഡ് കണ്ടുപിടിക്കുക. എന്നിട്ട് ചെസ്റ്റ് ലൈൻ ആ മുകളിലത്തെ ലൈനിലേക്ക് മാറ്റി വരയ്ക്കുക. എന്നിട്ട് ഇതുപോലെ ആം ഹോൾ കർവ് വരയ്ക്കുക. എന്നിട്ട് പിന്നെയും മെഷർ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ കറക്റ്റ് നമ്മൾ എത്രയാണോ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ആൻസർ കറക്റ്റായിട്ട് കിട്ടും. ഇനി ഇതിൽ ഒരു ചെറിയ പോയിൻറ്റിൻ്റെ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് ആ ലൈനിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് കറക്റ്റ് ആം ഹോൾ കർവ് കിട്ടിയ ശേഷം നമ്മൾ പെൻസിൽ കൊണ്ടല്ലേ വരച്ചത്, അത് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പേന കൊണ്ട് ഒന്നുകൂടി കറക്റ്റായിട്ട് വരച്ചു. ഇനി നമ്മൾ ആക്ച്വൽ ഷോൾഡർ മാർക്ക് ചെയ്തിട്ടില്ലേ നേരത്തെ, അതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുക. കാരണം നമ്മൾ ഷോൾഡറിൻ്റെ മിഡിൽ നിന്നല്ലേ എല്ലാ മെഷർമെൻറ്റും എടുത്തത്. അപ്പോൾ ആക്ച്വൽ ഷോൾഡറിൻ്റെ മിഡ് കണ്ടുപിടിക്കുക. അവിടെ നിന്ന് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. നമ്മുടെ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് മാത്രം ആഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്യുക. മുകളിൽ നമ്മൾ ഷോൾഡർ എക്സ്ട്രാ കൊടുക്കുകയാണ് ചെയ്യുക. ഷോൾഡറിനുള്ള തയ്ക്കാനുള്ള അലവൻസ് പിന്നെയാണ് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ താഴെ മടക്കി അടിക്കാനുള്ള 1/2 ഇഞ്ച് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ആഡ് ചെയ്തിട്ട് താഴെ മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ഒരു ലൈന് വരച്ചു കൊടുക്കുക. ഇതുപോലുള്ള എൽ സ്കെയിൽ വെച്ച് വരച്ചു കൊടുക്കുന്നത് കുറച്ചുകൂടി ലൈന് വളയാതെ വരാൻ സഹായിക്കും. അതുകൊണ്ടാണ് ഞാനെല്ലാം ഈ സ്കെയിൽ വെച്ച് വരയ്ക്കുന്നത്. അതിനുശേഷം നമ്മുടെ വേസ്റ്റ് റൗണ്ട്, ഈ വേസ്റ്റ് റൗണ്ടും അതേപോലെ നമ്മുടെ ഈസ് അലവൻസ്, അതായത് ലൂസ് ഒന്നും ആഡ് ചെയ്യേണ്ട. നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതേ /4 ചെയ്യുക, അതവിടെ മാർക്ക് ചെയ്യുക. അതിൽ നമ്മൾ ഡാർട്ട് കൊടുക്കേണ്ടവർ മാത്രം ഡാർട്ടിനുള്ള അലവൻസ്, അതായത് 1/4 ഇഞ്ചാണെങ്കിൽ 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് എന്നുള്ളത് ഡാർട്ടിനുള്ള അലവൻസ് അവിടെ കൊടുത്തിട്ട് എക്സ്ട്രാ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഞാനിവിടെ 1 ഇഞ്ചാണ് സീം അലവൻസ് കൊടുക്കുന്നത്, അതായത് തയ്യൽ തുമ്പ് 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. മുകളിലും താഴെയും ആ 1 ഇഞ്ച് കൊടുത്തിട്ട് അത് കണക്ട് ചെയ്ത് ഒരു ലൈൻ വരച്ചു. അപ്പോൾ നമ്മുടെ ബാക്ക് പോർഷനിലെ ലെങ്ത്തും സൈഡും എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നെക്ക് പോർഷനാണ് മാർക്ക് ചെയ്യാനുള്ളത്. നെക്കും അതേപോലെ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മുടെ നെക്ക് ലെങ്ത്ത് എത്രയാണോ എടുത്തിരിക്കുന്നത് അത് മാർക്ക് ചെയ്യുക. നെക്ക് ഡെപ്ത് ലൈൻ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഷോൾഡർ, അതായത് റെഡി ഷോൾഡർ എത്ര വേണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്ത് മാർക്ക് ചെയ്യാം. തയ്ച്ചതിന് ശേഷം ഷോൾഡർ എത്രയാണോ വേണ്ടത്, നമുക്ക് 2.5 2 നമുക്ക് അങ്ങനെ വേണമെന്നുണ്ടാവുമല്ലോ, അത് എത്രയാണെന്നുള്ളത് മാർക്ക് ചെയ്യുക. അത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ളത് നെക്ക് വിഡ്ത്തായിട്ട് വരും. അപ്പോൾ ഒരു ഡൗട്ട് വരും, ഇത്രയും ഭാഗം നെക്ക് വിഡ്ത്ത് വരാമോ എന്ന്. നമ്മൾ അതിനനുസരിച്ച് ഷോൾഡർ സ്ലോപ്പൊക്കെ കറക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളിത് മീഡിയം നെക്കിൻ്റെ കൺസ്ട്രക്ഷനാണ് നോക്കുന്നത്. മീഡിയം നെക്കിന് ഈ വിഡ്ത്ത് കുഴപ്പമില്ല. അപ്പം നമുക്ക് റെഡി ഷോൾഡർ എത്രയാണെന്ന് നോക്കിയിട്ട് ബാക്കിയുള്ളത് നെക്ക് വിഡ്ത്തായിട്ട് വരും. എന്നിട്ട് മുകളിൽ നെക്ക് വിഡ്ത്ത് എത്രയാണെന്ന് നോക്കിയിട്ട് ബാക്കിൽ കുറച്ച് വൈഡായിട്ട് വരാം, താഴെ അതിനേക്കാൾ ഒരു 1/2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്തിട്ട് മുകളിലും താഴെയും കൂടി കണക്ട് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം നമുക്ക് അതിൽ നെക്കിൻ്റെ ഷേപ്പ് എന്താ നമുക്ക് വേണ്ടത് അത് വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് മീഡിയം നെക്കിനും ഡീപ്പ് നെക്കിനും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വ്യത്യാസം വരും. ഇത് മീഡിയം നെക്കാണ്, അതുകൊണ്ട് ഇതേപോലെ എല്ലാവരും ഫോർമുല യൂസ് ചെയ്യുക. ഇപ്പോൾ ഇത് ഡീപ്പ് നെക്ക് വെച്ചിട്ട് ഈ നെക്ക് വിഡ്ത്ത് വെക്കാൻ പാടില്ല, അപ്പോൾ നമുക്ക് എന്തായാലും ഷോൾഡർ സ്ലോപ്പ് വരും. അപ്പോൾ മീഡിയം നെക്കാണിത്, മീഡിയം നെക്കിന് ഉള്ളവർ മാത്രം ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് നമുക്കിനി ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം. ഈ 1/2 ഇഞ്ച് നമ്മൾ മടക്കി അടിക്കാൻ കൊടുത്തിട്ടില്ലേ, അതിലൂടെ നമ്മൾ കട്ട് ചെയ്യാം. ഇത് ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് ഞാൻ നെക്കിൻ്റെ അവിടെ 1/2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 1/2 ഇഞ്ച് കൊടുത്ത് കട്ട് ചെയ്യുക. ഇനി ഫ്രണ്ട് ഓപ്പൺ ആണെങ്കിൽ ഫ്രണ്ടിൽ ഇതേപോലെ 1/2 ഇഞ്ച് കൊടുത്തിട്ട് ബാക്ക് ഇത് ഓൺ ഫോൾഡിൽ വെച്ചിട്ട് ക്ലോത്ത് ഓൺ ഫോൾഡിൽ വെച്ചിട്ട് കട്ട് ചെയ്യണം. ഇനി ഞാനിതിൽ വേറൊരു കാര്യം ചെയ്യാനുള്ളത്, ഷോൾഡർ സ്ലോപ്പ് നമ്മൾ കറക്റ്റ് ചെയ്യണം. അതായത് ഷോൾഡർ ഇപ്പോൾ ചരിഞ്ഞിട്ടല്ലേ, അതിന് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ആം റൗണ്ടിനേക്കാളും എപ്പോഴൊക്കെ നെക്ക് താഴോട്ട് വരുന്നോ അപ്പോൾ നമ്മുടെ ഈ സ്ലോപ്പിനെ നമ്മൾ കറക്റ്റാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഷോൾഡർ ഫോള് വരും. എന്ത് ഫോർമുല യൂസ് ചെയ്ത് നമ്മൾ ഷോൾഡർ ഉള്ളിലോട്ട് വന്നാലും ഇങ്ങനെ ഷോൾഡർ സ്ലോപ്പ് ഉണ്ടെങ്കിൽ നെക്ക് ആം ഹോളിനേക്കാളും താഴോട്ട് പോകുമ്പോൾ നമ്മൾ ഇതുപോലെ ഷോൾഡർ ലൈന് കറക്റ്റാക്കിയിട്ട് 1/2 ഇഞ്ച് തയ്ക്കാനുള്ള അലവൻസ് മുകളിലാക്കി കൊടുക്കണം. ഇനി നെക്ക് കട്ട് ചെയ്യാം. നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ലൈന് വരച്ചതിൽ കട്ട് ചെയ്യാൻ പാടില്ല. ഞാൻ ഓർമ്മയില്ലാതെ അതിൽ തന്നെ കട്ട് ചെയ്തു. നമ്മൾ സ്റ്റിച്ച് എവിടെയാണോ വരേണ്ടത് ആ ലൈനിൽ വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അപ്പോൾ അത് ആദ്യമേ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ആ ലൈനിലൂടെ കട്ട് ചെയ്യുക.
അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നെക്ക് നമ്മൾ എത്രയാണോ കറക്റ്റ് മെഷർ ചെയ്തത് ആ അളവിൽ കിട്ടും. എന്നിട്ട് നമ്മൾ ബാക്കിൽ എവിടെയൊക്കെ സീം അലവൻസ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഒന്ന് ഈ പാറ്റേൺ പേപ്പറിൽ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് തുണിയിൽ വരയ്ക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. എന്നിട്ട് ബാക്ക് പാറ്റേൺ എഴുതി വെച്ചിട്ട് അത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ എങ്ങനെയാണ് മാർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഫ്രണ്ടിലും ഇതേ തന്നെ ബാക്കിൽ ചെയ്ത അതേ ഫോർമുല റിപ്പീറ്റ് ചെയ്യാം. ആദ്യം 2.5 നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആക്ച്വൽ ഷോൾഡർ ഡിവൈഡ് ബൈ 2 മാർക്ക് ചെയ്യുക. എന്നിട്ട് 1 ഇഞ്ച് താഴോട്ട് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക. ഈ 1 ഇഞ്ച് എല്ലാവർക്കും കോമൺ ആണ്. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് നെക്ക് ഡെപ്ത്ത് യൂസ് ചെയ്തിട്ട് ബാക്ക് നെക്ക് ഡെപ്ത്ത് യൂസ് ചെയ്തിട്ട് ഒരു ഫോർമുല യൂസ് ചെയ്തില്ലേ ഷോൾഡർ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ ഫ്രണ്ടിലും അതേ ഫോർമുല യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് നെക്ക് ഡെപ്ത്ത് 5.5 ആണ്. പിന്നെ നമുക്ക് ഇതിലൊരു കാര്യം, ഈ ഫോർമുല യൂസ് ചെയ്യുമ്പോൾ ഈ 0.5 വരുന്നതിന് നമ്മൾ 1 ആക്കി എടുക്കണം. ഇത് 5.5 എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. 6.5 വരുമ്പോൾ 7 ആക്കി എടുക്കണം. വലിയ വ്യത്യാസം വരില്ല. അപ്പോൾ നമുക്കിവിടെ 5.5ന് ഞാൻ 6 എടുത്തിട്ട് ആ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൽ കിട്ടുന്ന ആൻസറിനെ ആക്ച്വൽ ഷോൾഡറിൽ നിന്ന് മൈനസ് ചെയ്യണം. ഇപ്പോൾ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് എനിക്ക് 5.5 ആണ്. അതിൽ ഞാൻ 6 ആക്കി എടുത്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 6 - 1 × 0.25, 5 × 0.25. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറിനെ ആക്ച്വൽ ഷോൾഡറിൽ നിന്ന് മൈനസ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇവിടെ ഞാൻ 0.5 സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി 0.5 ആഡ് ചെയ്യണം നിർബന്ധമില്ല. അത് ചെയ്തില്ലെങ്കിലും നമുക്ക് ഫിറ്റിങ്സ് കറക്റ്റായിട്ട് വരും. ഞാനിവിടെ മീഡിയം നെക്ക് ആയതുകൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല, ചെയ്തില്ലെങ്കിലും ഫിറ്റിങ്സ് കറക്റ്റായി വരും. അപ്പോൾ ഞാനിവിടെ 0.5 ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസറിനെ ഇതുപോലെ ഷോൾഡർ സ്ലോപ്പിൽ എവിടെയാണോ നമുക്ക് കിട്ടിയത് ആ മെഷർമെൻറ്റ് അത് മാർക്ക് ചെയ്യാം. എന്നിട്ട് അവിടെ നിന്ന് ആം ഹോൾ ഡെപ്ത്ത് ലൈന് മാർക്ക് ചെയ്യുക. ആം ഹോൾ ഡെപ്ത്ത് ലൈന് നമ്മൾ ബാക്കിൽ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എത്രയാണെന്ന് നോക്കിയിട്ട് ബാക്കിൽ മാർക്ക് ചെയ്യുക. ബാക്കിൽ ആം ഹോൾ ഡെപ്ത്ത് ലൈന് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുകളിൽ ഷോൾഡർ എത്രയാണോ വരുന്നത് അതേ തന്നെയാണ് നമ്മൾ ബാക്കിൽ താഴെ വെച്ചത്. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്ത് വെക്കണം. അതായത് ഫ്രണ്ട് നമ്മൾ കുഴിച്ച് വരയ്ക്കില്ല, അതിന് പകരം ഇവിടെയും നമ്മൾ കറക്റ്റ് ചെയ്ത് വരച്ചു. 1/2 ഇഞ്ച് മുകളിൽ ഷോൾഡർ ഇപ്പോൾ 6 ആണെങ്കിൽ താഴെ 5.5 വെച്ചിട്ട് ഷോൾഡർ ലൈനും ആം ഡെപ്ത്ത് ലൈനും കൂടി കണക്ട് ചെയ്ത് നമ്മളൊരു ലൈൻ വരയ്ക്കണം. ഇനി നമ്മൾ ഒരു ചെസ്റ്റ് ലൈനും കൂടി താഴെ വരച്ചു കൊടുക്കണം. എന്നിട്ട് ബാക്കിൽ നമ്മൾ ചെസ്റ്റ് ലൈൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ ചെസ്റ്റ് ലൈൻ എത്രയാണെന്നുള്ളത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ബാക്കിൽ നമ്മൾ ആം ഹോൾ കർവ് മെഷർ ചെയ്ത് നോക്കി. ഫ്രണ്ടിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് കറക്റ്റായി വരും. ഇനി നമ്മൾ ബാക്കിൽ ചെയ്ത പോലെ ആം ഡെപ്ത്ത് ലൈൻ്റെ മിഡ് ലൈൻ കണ്ടുപിടിക്കുക. എന്നിട്ട് ചെസ്റ്റ് ലൈൻ വെച്ചിട്ട് ഈ ആം ഹോൾ കർവ് സ്കെയിൽ വെച്ചിട്ട് അതേപോലെ വരയ്ക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ബാക്കിൽ ആം ഹോൾ മെഷർ ചെയ്ത് നമ്മളൊരു മെഷർമെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് എഴുതി വെച്ചിട്ടില്ലേ, അത് വെച്ചിട്ട് ഫ്രണ്ടിൽ മെഷർ ചെയ്ത് അതിനേക്കാളും എത്രയാണ് എക്സ്ട്രാ വന്നിട്ടുള്ളത് നോക്കുക. കാരണം നമ്മൾ പ്രിൻസസ് കട്ട് കൊടുക്കുമ്പോൾ ആ ലൈനിൽ അതിനെ ഡാർട്ടായിട്ട് കൺവേർട്ട് ചെയ്യും. ആ എക്സ്ട്രാ വരുന്നതിനെയാണ് നമ്മളിവിടെ ഡാർട്ടായിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ എനിക്കിവിടെ 0.75 ആണ് എക്സ്ട്രാ വന്നിട്ടുള്ളത്. അതിനെ നമ്മൾ ഈ ചെസ്റ്റ് ലൈനിൽ നിന്ന് 1 ഇഞ്ച് വരുന്ന പോലെ ടേപ്പ് വെച്ചിട്ട് ഈ 1 ഇഞ്ച് എവിടെയാണ് ആ കർവിൽ പോയി അവസാനിക്കുന്നത് അവിടെ മാർക്ക് ചെയ്യുക. ഒരു ഏകദേശം കർവിൻ്റെ മിഡ് എടുത്താൽ മതി. ബിഗിനേഴ്സിന് ഇങ്ങനെ ചെയ്താൽ കറക്റ്റായിട്ട് വരും. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് നമുക്ക് എക്സ്ട്രാ വന്നിരിക്കുന്ന 0.75നെ താഴോട്ട് മാറ്റി മാർക്ക് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ പ്രിൻസസ് ലൈന് വരയ്ക്കുമ്പോൾ അവിടെ കണക്ട് ചെയ്ത് വരയ്ക്കും. ഇനി നമ്മുടെ ബാക്കിൽ ചെയ്ത പോലെ ഷോൾഡറിൻ്റെ മിഡിൽ നിന്ന് നമ്മുടെ അപ്പെക്സ് ലൈന്, അതായത് നിപ്പിൾ വരയ്ക്കുള്ള പോയിൻ്റ് കണ്ടുപിടിച്ച് നമ്മൾ മെഷർ ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനെ അപ്പെക്സ് പോയിൻ്റ് എവിടെയാണെന്നുള്ളത് കറക്റ്റ് ഷോൾഡറിൻ്റെ മിഡിൽ നിന്ന് മാർക്ക് ചെയ്ത് എഴുതുക. അതിൻ്റെ കൂടെ ഒന്നും ആഡ് ചെയ്യേണ്ട. അപ്പെക്സ് പോയിൻ്റ് കറക്റ്റ് എവിടെയാണോ അവിടെ തന്നെ മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ അണ്ടർ ബസ്റ്റ് ലൈൻ എടുക്കുക. അണ്ടർ ബസ്റ്റ് എത്രയാണോ കിട്ടിയത് അതിൻ്റെ കൂടെ 1.5 അല്ലെങ്കിൽ 2 ഇഞ്ച് ആഡ് ചെയ്തിട്ട് താഴെ മാർക്ക് ചെയ്യണം. അതായത് നമ്മുടെ ടോട്ടൽ 12 ആണെങ്കിൽ 13.5 അല്ലെങ്കിൽ 14. ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ 2 അല്ലെങ്കിൽ 1.5 ആഡ് ചെയ്താൽ മതി. അണ്ടർ ബസ്റ്റിൻ്റെ കൂടെ ഇത് മാർക്ക് ചെയ്തിട്ട് താഴെ എവിടെയാണോ വരുന്നത് അവിടെ ഒരു മാർക്ക് കൊടുക്കുക. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് മടക്കി അടിക്കാനൊന്നും ആഡ് ചെയ്യേണ്ട.
എത്രയാണോ കിട്ടുന്നത് അത് അങ്ങനെ മാർക്ക് ചെയ്യുക. ഞാനിവിടെ 2 മാർക്ക് കൊടുത്തിട്ടുണ്ട്, അപ്പെക്സ് ലൈനും അണ്ടർ ബസ്റ്റ് ലൈനും. എന്നിട്ട് അവിടെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇനി നമുക്ക് അപ്പെക്സ് പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടില്ലേ, അവിടെയും ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് അപ്പെക്സ് ടു അപ്പെക്സ് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അതായത് ഒരു നിപ്പിളിൽ നിന്ന് ഇനി ഒരു നിപ്പിളിലേക്കുള്ള പോയിൻ്റ്. ഈ അപ്പെക്സ് ടു അപ്പെക്സിൻ്റെ ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. എത്രയാണോ നമുക്ക് കിട്ടിയത് അതേ ഡിവൈഡ് ബൈ 2 ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസറിനെ നമ്മുടെ ഈ ബോർഡർ ലൈനിൽ നിന്ന് ആ അപ്പെക്സ് ലൈൻ നമ്മളൊരു ലൈൻ വരച്ചിട്ടില്ലേ, അവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഡിവൈഡ് ബൈ 2 ചെയ്ത് കിട്ടിയ ആൻസറിനെ ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്നും 1/2 ഇഞ്ച് കുറച്ചിട്ട് താഴത്തെ ലൈനിൽ മാർക്ക് ചെയ്യുക. ഇപ്പോൾ മുകളിൽ 3.5 ആണെങ്കിൽ താഴെ 3 മാർക്ക് ചെയ്യണം. മുകളിൽ 2.5 ആണെങ്കിൽ 2 മാർക്ക് ചെയ്യണം. അപ്പോൾ 1/2 ഇഞ്ച് കുറച്ചിട്ട് താഴത്തെ ലൈനിൽ മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഡാർട്ടിനുള്ള ഡിസ്റ്റൻസ് കൊടുക്കണം. ഡാർട്ടിനുള്ള ഡിസ്റ്റൻസ് ഞാനിവിടെ 1.25 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും 1.25 വരില്ല. അപ്പർ ബോഡിയും ചെസ്റ്റ് ലൈനും തമ്മിലുള്ള ഡിഫറൻസ് അനുസരിച്ചാണ് നമ്മൾ ഡാർട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ചാർട്ട് ഞാൻ തനിയൊരു വീഡിയോയിൽ ചെയ്യാം. ഈ നെക്ക് വിത്തിൻ്റെ ഡിസ്റ്റൻസും എത്ര കൊടുക്കണം, ഓരോ ബോഡിക്ക് അനുസരിച്ച് ഡാർട്ട് എത്ര കൊടുക്കണം എന്നുള്ളത് ഞാൻ തനിയൊരു വീഡിയോയിൽ ചെയ്യാം. അത് കുറേ പറയാനുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഡാർട്ട് ഞാനൊരു 1.5 ഇഞ്ച് ഡാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് വേസ്റ്റ് ലൈനിൽ. നമ്മൾ അണ്ടർ ബസ്റ്റ് ലൈനിൻ്റെ കൂടെ 1.5 ഇഞ്ച് ആഡ് ചെയ്ത് മാർക്ക് ചെയ്തിട്ടില്ലേ, ആ ലൈനിലാണ് ഞാൻ ഈ ഡാർട്ട്. ഇനി നമ്മൾ ആ ഡാർട്ട് ലൈനും അപ്പെക്സ് ലൈനും കൂടി കണക്ട് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക. ഇനി നമ്മൾ മുകളിൽ എക്സ്ട്രാ ആം ഹോൾ കർവിൽ എക്സ്ട്രാ എത്രയാണ് വരുന്നതെന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ, 0.75, ആ ലൈനും അപ്പെക്സ് ലൈനും കൂടി കണക്ട് ചെയ്ത് ഒരു ലൈനും കൂടി വരയ്ക്കുക. ഇത് നമ്മൾ ആം ഹോൾ കർവ് സ്കെയിൽ വെച്ചിട്ട് കുറച്ച് വളച്ചും വരയ്ക്കാം. ബിഗിനേഴ്സൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി, സ്ട്രെയിറ്റ് ലൈൻ വരച്ചാലും കുഴപ്പമില്ല. ഇനി നമ്മളിവിടെ കപ്പ് ഷേപ്പ് വരയ്ക്കണം. അതിനായി നമ്മുടെ സെക്കൻഡ് ലൈനില്ലേ, ഡാർട്ട് പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടൊരു ലൈൻ വരച്ചില്ലേ, അതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ മിഡ് പോയിൻറ്റിൻ്റെയും മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുക. അങ്ങനെ മൊത്തം നമുക്ക് 3 പോയിൻ്റ് വേണം അവിടെ. അപ്പോഴാണ് ആ കപ്പ് ഷേപ്പ് കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. ഇനി അപ്പെക്സ് പോയിൻറ്റിൽ നിന്ന് 3ാമത്തെ പോയിൻ്റ്, അതായത് മുകളിൽ നിന്ന് 3ാമത്തെ പോയിൻ്റ് എയിം ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക. ആദ്യം നമ്മൾ പെൻസിലിൽ വരയ്ക്കുക. വരച്ച് നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് ആയതിനു ശേഷം നമുക്ക് പേന കൊണ്ട് വരയ്ക്കാം. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. അപ്പെക്സ് പോയിൻറ്റിൽ നിന്ന് ആ സെൻറ്റർ ലൈനിലേക്ക് ഒരു ലൈൻ വരച്ച ശേഷം പുറത്തേക്കായിട്ട് ഒരു ലൈൻ വരച്ച് താഴേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു കപ്പ് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും. ഈ അപ്പെക്സ് പോയിൻറ്റിൻ്റെ അവിടെ നമ്മൾ ഷാർപ്പ് കർവ് വരാൻ പാടില്ല. അതിനാണ് ഞാനൊരു ചെറുതായിട്ടൊരു സ്ലാൻഡിങ് ലൈൻ വരച്ച് കൊടുക്കുന്നത്. അതായത് ഫസ്റ്റ് പോയിൻറ്റിന് 1/4 ഇഞ്ച് താഴെയും 3ാമത്തെ പോയിൻ്റ് 1/4 ഇഞ്ച് പുറത്തുമായിട്ട് വരച്ച് കൊടുത്താൽ മതി. എന്നിട്ട് മുകളിലേക്കായിട്ട് കപ്പ് ഷേപ്പ് കറക്റ്റ് ഒരു കർവായിട്ട് വരുന്ന പോലെ ആ മുകളിലത്തെ ലൈനിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഡാർട്ടിനനുസരിച്ച് നമുക്കുള്ള കപ്പ് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് 2 ലൈനും മെഷർ ചെയ്ത് നോക്കാം. അതായത് ഇപ്പുറത്ത് സ്ട്രെയിറ്റ് ലൈനും അപ്പുറത്ത് കർവ്ഡ് ലൈനും ആയില്ലേ, അപ്പോൾ വ്യത്യാസം വരില്ലേ മെഷർമെൻറ്റ്. അപ്പോൾ നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ ഇപ്പുറത്തെ ലൈൻ എത്രയാണോ മെഷർമെൻറ്റ്, അത് ആ കർവ് ലൈനിൽ എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ താഴെ മെഷർ ചെയ്ത പോലെ മുകളിലത്തെ 2 ലൈനും മെഷർ ചെയ്യണം. ഇത് കണ്ടോ, വീഡിയോയിൽ കാണുന്ന പോലെ മുകളിലത്തെ ലൈന് അപ്പെക്സ് പോയിൻ്റ് വരെ എത്രയാണോ അതേ മെഷർമെൻറ്റ് സെക്കൻഡ് ലൈനും ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ചിലവർക്ക് കറക്റ്റായി വരും, ചിലവർക്കൊരു 1/4 ഇഞ്ചിൻ്റെ വ്യത്യാസം വരും. അപ്പോൾ ആ 1/4 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ ഉള്ളത് മുകളിൽ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ചെസ്റ്റ് ലൈൻ എൻഡ് ചെയ്യുന്ന ഒരു പോയിൻ്റ് നമ്മൾ നേരത്തെ വരച്ചിട്ടില്ലേ, നമ്മുടെ ഫിനിഷിംഗ് പോയിൻ്റ്, ആ പോയിൻറ്റിൻ്റെ താഴേക്കായിട്ട് ഈ കർവ് ലൈന് കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കുക. അതായത് നമ്മുടെ ആ കർവ് ചെസ്റ്റ് ലൈനിൽ മുകളിൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആം ഹോൾ കട്ട് ചെയ്യുമ്പോൾ എല്ല് പോലെ ഷേപ്പ് വരും. അപ്പോൾ നമുക്ക് ആം ഹോൾ കർവ് ആയിട്ടല്ലേ വരേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ ചരിച്ചൊന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത് വരയ്ക്കണമെന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ കർവായിട്ട് വരച്ചിട്ട് നമ്മൾ കട്ട് ചെയ്താലേ ഈ ഫ്രണ്ട് പോർഷനും ഈ സൈഡ് പോർഷനും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ.
അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ബാക്ക് പാറ്റേൺ എടുത്ത് വയ്ക്കുക. ബാക്ക് പാറ്റേണിൽ സൈഡിൻ്റെ ലെങ്ത്ത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുക. അതായത് ആ കർവ് ലൈൻ വരച്ചില്ലേ, അവിടെ കറക്റ്റായിട്ട് വെച്ചിട്ട് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ടും കൂടി ഈക്വലായിട്ട് വരും. എന്നിട്ട് നമ്മൾ ആ ഡാർട്ട് കർവ് എൻഡിലൊരു പോയിൻ്റ് മാർക്ക് ചെയ്തില്ലേ, അതും ഈ ഫിനിഷിങ് പോയിൻറ്റും കൂടി ഒരു ലൈന് വരച്ചു കൊടുക്കുക. ഇങ്ങനെ വരച്ചതിന് ശേഷം നമ്മളിനി വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യണം. വേസ്റ്റ് റൗണ്ട് നമുക്ക് എത്രയാണോ വരുന്നത് അത് കറക്റ്റായിട്ട് ഈ എൻഡ് പോയിൻ്റിൽ നിന്ന് ഫസ്റ്റ് ഡാർട്ട് പോയിൻ്റ് വരെ മാർക്ക് ചെയ്യുക. എനിക്കിവിടെ 7 അപ്പോൾ ഈ പോയിൻ്റിൽ 3.25 വരെ വരുന്നുണ്ട്. എന്നിട്ട് ആ 3.25 എടുത്ത് സെക്കൻഡ് പോയിൻ്റ് എവിടെയാണോ അവിടെ വെച്ച് കൊടുക്കുക. മിഡിലുള്ള ഈ പോയിൻ്റൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയും, അതുകൊണ്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ആ ലൈനിൽ 7 എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ മാർക്ക് ചെയ്യാം. ഇതുപോലെ 3.25 വയ്ക്കുക. ആ 3.25 എടുത്ത് അങ്ങനെ ആ സെക്കൻഡ് ലൈനിൽ വയ്ക്കുക. എന്നിട്ട് 7 എവിടെയാണോ വരുന്നത് അവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് സീം അലവൻസ് എക്സ്ട്രാ കൊടുക്കുക. എന്നിട്ട് മുകളിലും താഴെയും കൂടി ആ സീം അലവൻസ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് ഒരു ലൈൻ വരച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരില്ല. സ്റ്റിച്ച് ചെയ്യുമ്പോൾ മുകളിലും താഴെ ആയി പോകുമെന്നുള്ള കൺഫ്യൂഷൻ വരില്ല. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. ബാക്കിൽ മാർക്ക് ചെയ്ത പോലെ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്ന് നെക്ക് ലെങ്ത്ത് എത്രയാണോ അതിവിടെ മാർക്ക് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ഷോൾഡർ എത്രയാണെന്നുള്ളത് ബാക്കിൽ നോക്കിയിട്ട് ഫ്രണ്ടിൽ അത് തന്നെ മാർക്ക് ചെയ്യാം. കാരണം ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ രണ്ടും ഈക്വലായിട്ട് വരണ്ടേ. അപ്പോൾ ബാക്കിൽ എത്രയാണോ മാർക്ക് ചെയ്ത് അതേ ഷോൾഡർ ഇവിടെ മാർക്ക് ചെയ്തിട്ട് ബാലൻസ് നെക്ക് വിഡ്ത്ത് ആക്കി കൊടുക്കുക. നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് മുകളിൽ നെക്ക് വിഡ്ത്ത് എത്രയാണോ അതിനേക്കാളും ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് വേണം താഴെ മാർക്ക് ചെയ്യാൻ. കാരണം ഫ്രണ്ടിൽ നെക്ക് വൈഡായി പോകാൻ പാടില്ല. മുകളിൽ എത്രയാണ് നെക്ക് വിഡ്ത്ത് നോക്കുക. എന്നിട്ട് അതിനേക്കാളും ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്യുക താഴെ. ഫ്രണ്ടിൽ വൈഡായി ഇടുന്നവരാണെങ്കിൽ കറക്റ്റ് അതേ മുകളിലുള്ള അതേ മെഷർമെൻറ്റ് താഴെയും മാർക്ക് ചെയ്തോളൂ. എന്നിട്ട് നമ്മൾ ആം ഹോൾ കർവ് സ്കെയിൽ വെച്ചിട്ട് നെക്കിൻ്റെ ഏതാണോ ഡിസൈൻ നമുക്ക് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ ബാക്കിൽ ചെയ്ത പോലെ ആ ഷോൾഡർ സ്ലോപ്പ് ഒന്ന് സ്ട്രെയിറ്റ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള എത്രയാണോ അലവൻസ് അത് എക്സ്ട്രാ മുകളിലാക്കി കൊടുക്കുക. ഇനി നമ്മൾ നെക്ക് വിഡ്ത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ എത്രയാണോ സ്റ്റിച്ചിങ് അലവൻസ് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 ഇഞ്ചാണ് കൊടുക്കുന്നത്. അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷൻ എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ ആ വരച്ച ലൈനിൽ കൂടെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് പോകണം. ആ സെൻറ്റർ പോർഷനൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയും. അതാണ് നമുക്ക് ഡാർട്ടായിട്ട് കൺവേർട്ടായിട്ട് ആ ഷേപ്പ് തരുന്നത്. ആ കപ്പ് ഷേപ്പ് ഷാർപ്പായി പോകാൻ പാടില്ല, ചെറിയൊരു കർവ് വേണം. അങ്ങനെ വളച്ച് വേണം കട്ട് ചെയ്യാൻ. എന്നിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ആ വളഞ്ഞു വരുന്ന ഭാഗം അതേപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്യണം. ഇതിൽ നമ്മൾ താഴെ മടക്കിയടിക്കാൻ എക്സ്ട്രാ ഒന്നും കൊടുത്തിട്ടില്ല. അത് ബാക്കിൽ കൊടുത്ത ആ ലെങ്ത്ത് വെച്ച് നോക്കുമ്പോൾ കറക്റ്റായിരിക്കും.
ഈ പാറ്റേൺ പേപ്പറിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് പേപ്പറിൽ തന്നെ കറക്റ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഒരാളുടെ മെഷർമെൻറ്റ് നമ്മൾ ഒരു പ്രാവശ്യം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഓരോ പ്രാവശ്യം കട്ട് ചെയ്യുമ്പോഴും നമ്മൾ മെഷർ ചെയ്ത് സമയം കളയേണ്ട. ഈ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് അങ്ങനെ കട്ട് ചെയ്യാം. പിന്നെ തുണിയും ലാഭിക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുക. ഫ്രണ്ടിൽ നമ്മൾ ഓപ്പണൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ ഭാഗത്ത് ഓൺ ഫോൾഡ് എന്ന് എഴുതി വെക്കണം നെക്കിൻ്റെ താഴെ. അല്ലെങ്കിൽ നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ മറന്നു പോകും. എവിടെ സീം അലവൻസ് വിടണ്ട എന്നുള്ളതൊക്കെ നമ്മൾ പാറ്റേണിൽ കറക്റ്റായിട്ട് എഴുതി വെക്കണം. എന്നിട്ട് നമ്മൾ ബോർഡർ ലൈൻ എന്തെങ്കിലും എക്സ്ട്രാ വരച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കറക്റ്റാക്കി കൊടുക്കുക. പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. 2-3 പ്രാവശ്യം വീഡിയോ കണ്ടിട്ട് കറക്റ്റായിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ഇതെന്തായാലും പെർഫെക്റ്റായിട്ട് ഈ പ്രിൻസസ് കട്ട് പെർഫെക്റ്റായിട്ട് വരും. അവിടെ ഓൺ ഫോൾഡിന് എഴുതി വയ്ക്കുക. കാരണം അവിടെ നമുക്ക് ഓപ്പൺ ഒന്നും ഇല്ലല്ലോ. ഇനി ഇവിടെയാണ് 1/2 ഇഞ്ച് സീം അലവൻസ്, അതേപോലെ ഈ സൈഡും 1/2 ഇഞ്ച് സീം അലവൻസ്. ഇതൊക്കെ നമ്മൾ പേപ്പറിൽ മാർക്ക് ചെയ്ത് എഴുതി വയ്ക്കണം. വേറെ ഏത് വശത്തും നമ്മൾ സീം അലവൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എവിടെയാണോ കൊടുക്കുന്നത് അവിടെ മാത്രം മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത് സ്ലീവ് പോർഷനാണ്. സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. നമ്മൾ പേപ്പർ 2 വെച്ചിട്ട് വേണം സ്ലീവ് കട്ട് ചെയ്യാൻ. അപ്പോഴേ കുഴിച്ച് വെട്ടുന്ന ഭാഗം കറക്റ്റായിട്ട് നമുക്ക് തുണിയിൽ വെക്കുമ്പോൾ കറക്റ്റായിട്ട് ഈ പേപ്പറിൽ വെട്ടാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇതിൽ തന്നെ 2 ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഒരു പേപ്പർ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കിയിട്ട് സ്ലീവ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ കൂടെ മുകളിൽ സ്റ്റിച്ച് ചെയ്യാൻ 1/2 ഇഞ്ചും താഴെ മടക്കി അടിക്കാൻ 1 ഇഞ്ചും അങ്ങനെ 1.5 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക. അങ്ങനെ ടോട്ടൽ സ്ലീവ് ലെങ്ത്ത് എത്രയാണോ വരുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ക്യാപ്പ് ഹൈറ്റ് കണ്ടുപിടിക്കണം. ക്യാപ്പ് ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ സ്ലീവിൻ്റെ കർവ് എവിടെയാണ് അവസാനിക്കുന്നത് നമുക്ക് അറിയണ്ടേ. അതിനാണ് ഈ ക്യാപ്പ് ഹൈറ്റ് എന്ന് പറയുക. അതിന് ഒരു ഫോർമുലയുണ്ട്. നമ്മുടെ അപ്പർ ബോഡി ഡിവൈഡഡ് ബൈ 10 കൊടുക്കണം. അപ്പർ ബോഡി ഡിവൈഡഡ് ബൈ 10 കൊടുക്കുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അതാണ് ക്യാപ്പ് ഹൈറ്റ്. എനിക്കിവിടെ 3.4 എന്നാണുള്ളത്. ഞാനതിന് 3.5 എന്നാക്കി. 3.5ൽ ഒരു മാർക്ക് കൊടുക്കുക. എന്നിട്ട് അവിടെയും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഈ ഫോർമുല എല്ലാവർക്കും സെയിം ആണ്. ഏത് ബോഡിയുള്ള അളവായാലും ഈ ഡിവൈഡ് ബൈ 10 ചെയ്തിട്ട് കൊടുക്കുക. ഒരു 40, അതായത് 48 എബോവ് ഒക്കെ പോകണമെങ്കിൽ നമ്മൾ 4ൻ്റെ മേലെ കൊടുക്കാൻ പാടില്ല. അത് ഞാൻ ഇനി സ്ലീവിൻ്റെ ഒരു വീഡിയോ തനിയെ ചെയ്യാം. അപ്പം ഞാൻ ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇനി നമ്മൾ ഈ ക്യാപ്പ് ഹൈറ്റിൻ്റെ അവിടെ ആം റൗണ്ട് ഡിവൈഡ് ബൈ 2 നമുക്ക് എത്രയാണോ കിട്ടുന്നത് അത് മാർക്ക് ചെയ്യണം. അപ്പോൾ ആം റൗണ്ട് ഡിവൈഡ് ബൈ 2 ചെയ്യുന്ന മെഷർമെൻറ്റിനെ ഈ മുകളിൽ നിന്ന് താഴേക്ക് ഇതേപോലെ വെച്ചിട്ട് ആ ലൈനിൽ എവിടെയാണോ വരുന്നത് അവിടെ മാർക്ക് ചെയ്യുക. മുകളിലെ എൻഡിൽ നിന്ന്, മുകളിലെ കോർണറിൽ നിന്ന് ആ ക്യാപ്പ് ഹൈറ്റിൽ ഒരു ലൈൻ വരച്ചിട്ടില്ലേ, അവിടെ എവിടെയാണ് ഈ ആം റൗണ്ട് ഡിവൈഡ് ബൈ 2 വരുന്നത് അവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്ലീവിൻ്റെ കർവ് വരയ്ക്കാൻ ഒരു സ്കെയിൽ കിട്ടും. അത് വെച്ച് വരച്ചാൽ പെർഫെക്റ്റ് ആയിരിക്കും. ബിഗിനേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്കെയിൽ വാങ്ങി വെച്ചോളൂ. നമുക്ക് ആ വളവ് കറക്റ്റായിട്ട് കിട്ടും. ഇനി അതിനുശേഷം നമ്മുടെ സീം അലവൻസ് നമ്മൾ ബോഡിയിൽ എത്രയാണോ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇവിടെയും കൊടുക്കുക. ഞാൻ 1 ഇഞ്ചാണ് കൊടുത്തത്, അതേപോലെ ഇവിടെയും കൊടുത്തു. ഇനി നമുക്ക് സ്ലീവ് ലൂസ് എത്രയാണ് അത് ഡിവൈഡ് ബൈ 2 ചെയ്തിട്ട് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സീം അലവൻസ് ഇവിടെയും കൊടുക്കണം. ഇനി നമുക്ക് മുകളിലും താഴെയും സീം അലവൻസ് എത്രയാണോ കൊടുത്തിരിക്കുന്നത് അത് കണക്ട് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക. ഇടയിൽ ഞാനൊരു ലൈൻ അറിയാതെ മാറി വരച്ചു.
നമ്മൾ മുകളിൽ എവിടെയാണ് എൻഡ് ചെയ്യണത് ആ പോയിൻറ്റും താഴെ ലൂസ് എൻഡ് ചെയ്യണ പോയിൻറ്റും പിന്നെ എക്സ്ട്രാ സീം അലവൻസും. എന്നിട്ട് സ്ലീവിൻ്റെ എൻഡ് ഇങ്ങനെ കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ പോകാൻ പാടില്ല, ചെറുതായിട്ട് ഇങ്ങനെ കർവായിട്ട് വരണം. അപ്പോഴാണ് സ്ലീവ് കറക്റ്റ് ഫിറ്റിംഗ് ആയി നിൽക്കുള്ളൂ. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരിക്കലും സ്ലീവിൻ്റെ എൻഡ് വരയ്ക്കാൻ പാടില്ല, ഇങ്ങനെ കർവായിട്ട് വരയ്ക്കാൻ പാടുള്ളൂ. അതിനുശേഷം നമുക്ക് സ്ലീവ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് സ്ലീവ് എൻഡ് എവിടെയാണ് വരുന്നത് ഇതേപോലെ ഒരു നോട്ട്സ് കൊടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ ഇതേ മാർക്കിങ് തുണിയിൽ കൊടുക്കാനും നമുക്ക് കറക്റ്റായിരിക്കും. ഇപ്പോൾ നമുക്ക് സ്ലീവ് റെഡിയായി. ഇനി കുഴിച്ച് വരയ്ക്കുകയാണെങ്കിൽ ഇതിൽ തന്നെ വരയ്ക്കാം. പക്ഷേ ഞാനിത് ഒരു പേപ്പറാണ് എടുത്തതുകൊണ്ട് ഞാൻ ഇതിൽ ചെയ്യണില്ല, ഞാൻ തുണിയിൽ ഡയറക്റ്റായിട്ട് വെട്ടും. ഡബിളായി മടക്കി വെച്ച പേപ്പർ എടുത്താണെങ്കിൽ നമുക്ക് ഒരു സൈഡ് വരയ്ക്കാം. ഇനി നമുക്കിത് വെച്ചിട്ട് തുണിയിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യണത് നോക്കാം. ഞാൻ ആദ്യം ഫ്രണ്ട് പോർഷനാണ്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഓൺ ഫോൾഡിൽ എവിടെയാണോ വരുന്നത് അവിടെ വെക്കുക. നമുക്ക് ഫ്രണ്ടിൽ ഓപ്പൺ ഒന്നുമില്ലല്ലോ, അപ്പോൾ തുണി മടക്കി വെച്ച ഭാഗത്ത് ഈ ഫ്രണ്ട് പോർഷൻ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കണം. വരച്ചതിന് ശേഷം നമുക്കിവിടെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം. കാരണം നമ്മുടെ സൈഡിലത്തെ പോർഷനുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് ഇതിൽ നിന്നും വിട്ടിട്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെയും ആ സൈഡിലും നമ്മൾ 1/2 ഇഞ്ച് കൊടുക്കണം. വേറെ എവിടെയും നമുക്ക് എക്സ്ട്രാ സീം അലവൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഭാഗത്ത് മാത്രം 1/2 ഇഞ്ച് കൊടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി അതിനുശേഷം നമുക്ക് സൈഡിലെ പോർഷൻ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് അതിന് ചുറ്റും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ സൈഡിലെ പോർഷനും ആ കപ്പ് ഷേപ്പ് വരുന്ന ഭാഗത്ത് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ കൊടുത്ത പോലെ 1/2 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസ് കൊടുക്കണം. ഇതുപോലെ 1/2 ഇഞ്ച് അവിടെ എത്രയാണോ കൊടുത്തത് അത് തന്നെ ഇവിടെയും കൊടുക്കണം. ബാക്കി ഏത് ഭാഗത്തും സീം അലവൻസ് എക്സ്ട്രാ കൊടുക്കണ്ട. അപ്പോൾ അതിനാണ് ഞാൻ പാറ്റേൺ പേപ്പറിൽ ആദ്യമേ മാർക്ക് ചെയ്ത് വെക്കാൻ പറയുന്നത്. അതിനുശേഷം നമുക്കിനി ബാക്ക് പോർഷൻ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്ക് പോർഷനിൽ ബാക്കിൽ ആ നെക്കിൻ്റെ അവിടെ ഓപ്പൺ ആയതുകൊണ്ട് നമ്മൾ ഓൺ ഫോൾഡ് അല്ലാത്ത ഭാഗവും വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് സ്ലീവ്. ഞാൻ കട്ട് ചെയ്ത ഭാഗമൊന്നും കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ തന്നെ വീഡിയോ ഒരുപാട് ലോങ് ആയ പോലെ തോന്നി, അതുകൊണ്ട് ഞാൻ സ്പീഡാക്കി കാണിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് സ്ലീവ് ഇതേപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൽ തന്നെ കുഴിച്ച് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം സാധാരണ പോലെ ഒരു 1/4 ഇഞ്ച് ഫ്രണ്ടിൽ കുഴിച്ച് കട്ട് ചെയ്യാം. എന്നിട്ട് അവിടെയും ഒരു മാർക്ക് കൊടുത്ത് വയ്ക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇനി നമുക്ക് സ്റ്റിച്ചിങ് പാർട്ട് നോക്കാം. സ്റ്റിച്ചിങ് പാർട്ടിൽ ഫ്രണ്ടിൽ നമുക്ക് ഇതേപോലെ പ്രിൻസസ് ലൈൻ ആദ്യം ജോയിൻ ചെയ്യാം. അപ്പോൾ പ്രിൻസസ് ലൈൻ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും വലിച്ച് പിടിച്ച് അടിക്കാൻ പാടില്ല. അപ്പോൾ അവിടെ ഒരു ചുളുക്കം വരും. നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതുകൊണ്ട് ഇതിൽ ഡിഫറൻസ് ഒന്നും വരില്ല. ആ കപ്പ് ഷേപ്പ്, അതായത് അപ്പെക്സ് പോയിൻ്റ് വരുന്ന ഭാഗം മെല്ലെ നിർത്തി അടിച്ചു കൊടുക്കുക. അതായത് രണ്ടിൻ്റെയും അത് വളഞ്ഞിട്ടുള്ള ഭാഗമല്ലേ, അപ്പോൾ അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മെല്ലെ വളച്ച് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കപ്പ് ഷേപ്പ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതിന് നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുക്കണത് ബസ്റ്റ് ഹാം ഉള്ളവർ അതിൽ വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഇവിടെ അതൊന്നും ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഡമ്മിയുടെ സൈസിനാണ് ഈ ബ്ലൗസ് ചെയ്യണത്. അപ്പം ഞാൻ അയണൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ആ കപ്പ് ഷേപ്പ് നിൽക്കും. അതേപോലെ ഇനിയൊരു സൈഡും വെക്കുക.
ഇത് മുകളിൽ നിന്ന് താഴോട്ടും താഴെ നിന്ന് മുകളിലോട്ടും എങ്ങനെ വെച്ച് അടിച്ചാലും നമുക്ക് സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആയിട്ട് വരും. കാരണം ഒന്ന് കൂടിയിട്ടോ കുറഞ്ഞിട്ടോ വരില്ല. നമ്മൾ കറക്റ്റ് അളവിലാണ് വെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് മുകളിൽ നിന്ന് താഴെ വെച്ചാലും താഴെ നിന്ന് മുകളിലേക്ക് വെച്ചാലും ഇത് കറക്റ്റായിട്ട് വരും. ഇത് കണ്ടോ, സെക്കൻഡ് പാർട്ട് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കപ്പ് ഷേപ്പ് പെർഫെക്റ്റ് ആയിട്ട് വരും. അയൺ ചെയ്യാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഹുക്ക് പട്ടിയും ഐപ്പട്ടിയും വെച്ച് കൊടുക്കാം. അത് മാറാതിരിക്കാനാണ് ഞാൻ ആദ്യമേ ഷോൾഡർ ജോയിൻ ചെയ്യണത്. എന്നിട്ട് നമുക്ക് ഷോൾഡർ ഇതുപോലെ എത്രയാണ് നമ്മൾ അലവൻസ് കൊടുത്തിരിക്കുന്നത് അതേപോലെ ആ അളവിൽ തന്നെ ജോയിൻ ചെയ്യണം. ഇനി നമുക്ക് ബാക്കിൽ ഹുക്ക് പട്ടിയും ഐപ്പട്ടിക്കും പീസ് വെച്ച് കൊടുക്കാം. ഹുക്ക് പട്ടിക്ക് 1 ഇഞ്ചും ഐപ്പട്ടിക്ക് 1.5 ഇഞ്ചും അങ്ങനെയാണ് പീസ് എടുത്തിരിക്കുന്നത്. ലൈനിങ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വേഗം ഒരു 20 മിനിറ്റിൽ നമുക്ക് ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിയും. ഞാനിത് ഡമ്മിയുടെ സൈസിലേക്കാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഹുക്ക് പട്ടിയും ഐപ്പട്ടിയും വെച്ച് കൊടുത്തതിന് ശേഷം താഴെ മടക്കി അടിക്കാം. നമ്മൾ നോർമലി ലൈനിങ് വെച്ച ബ്ലൗസിൽ താഴെയൊക്കെ മടക്കി അടിച്ചതിന് ശേഷമാണ് ഈ പീസ് വെക്കുക. കാരണം അവിടെ ഒരു തിക്നെസ് ഫീൽ ചെയ്യുമല്ലോ. ഇതിൽ ഞാൻ താഴെ പീസ് വെച്ച് മടക്കി അടിക്കുന്നില്ല. ആ 1/2 ഇഞ്ച് ഞാൻ ആ എഡ്ജ് ആയതുകൊണ്ട് 1/2 ഇഞ്ച് അങ്ങനെയും മടക്കി അടിക്കുകയാണ്. അപ്പം ഞാൻ ആദ്യമേ ഈ ഹുക്ക് പട്ടിയും ഐപ്പട്ടിയും വെച്ച് കൊടുത്തു. ഞാൻ ഈ ചെറിയ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ അടുത്തുനിന്ന് കാണിക്കുന്നില്ല. കാരണം ഇത് നോർമലി ബ്ലൗസ് ചെയ്യണ എല്ലാവർക്കും അറിയായിരിക്കും. ബിഗിനേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നെക്സ്റ്റ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നെക്ക് പീസ് എങ്ങനെയാണ് വെക്കുക, നെക്ക് പീസ് എങ്ങനെയാണ് വെട്ടുക, ഹുക്ക് പട്ടി എങ്ങനെയാണ് കറക്റ്റായിട്ട് വെക്കുക, അതൊക്കെ ഞാൻ വീഡിയോ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഈ പ്രിൻസസ് ലൈനിൽ മാത്രമേ സംശയം ഉണ്ടാവുള്ളൂ മിക്കവർക്കും. അപ്പോൾ അത് മാത്രമാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുള്ളൂ. ഇതൊക്കെ നമ്മുടെ നോർമൽ ബ്ലൗസിൽ എങ്ങനെയാണോ ചെയ്യുക അതേപോലെ ചെയ്താൽ മതി. ഇനി താഴെ എൻഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ 1/2 ഇഞ്ച് ഞാൻ അങ്ങനെയും മടക്കി അടിക്കുകയാണ്. നമ്മൾ എക്സ്ട്രാ ഒരു പീസ് കൊടുത്ത് മടക്കി അടിച്ചാലേ അവിടെ ഒരു ഗ്രിപ്പ് ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഇത് ഡമ്മിയുടെ സൈസിനായതുകൊണ്ട് ഞാനൊരു 1/2 ഇഞ്ച് മാത്രം അവിടെ ഒന്ന് മടക്കി മാത്രം കൊടുക്കുന്നു. കാരണം എഡ്ജാണ് എനിക്കവിടെ, അതുകൊണ്ട് വേറെ പീസൊന്നും വെക്കുന്നില്ല. ആ പീസിൽ തന്നെ 4 സൈഡിലും ഇതേപോലെ 1/2 ഇഞ്ചിന് ഞാൻ മടക്കി അങ്ങനെ തയ്ക്കണം. ഇനി ഞാൻ ക്രോസ് പീസ് വെട്ടി വെച്ചത് എടുത്തിട്ട് നമ്മുടെ നെക്ക് ഫിനിഷ് ചെയ്യാം. ഞാൻ നേരത്തെ ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ജോയിൻ ചെയ്തിട്ട് നമ്മുടെ നെക്കിൽ വെച്ചിട്ട് ഫ്രണ്ട് മുതൽ ഷോൾഡർ, ബാക്ക് നെക്ക് അങ്ങനെ പോയിട്ട് ഫ്രണ്ടിൻ്റെ ഇനിയൊരു സൈഡിൽ അത് ഫിനിഷ് ചെയ്യും. നോർമൽ ബ്ലൗസിൽ എല്ലാവരും ചെയ്യുന്ന പോലെ. അത് ഹെമ്മിങ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക, പൈപ്പിംഗ് കൊടുക്കുക. ഞാനിത് ജസ്റ്റ് അതിൽ വെച്ച് അറ്റാച്ച് ചെയ്തിട്ട് അങ്ങനെ ഉള്ളിലേക്ക് മടക്കി അടിക്കുകയാണ്. മടക്കുമ്പോൾ ഒരു നോച്ച് മാത്രം കൊടുക്കണം. നെക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്കിനി സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ടും ബാക്കും, അതായത് കുഴിച്ച് വെട്ടിയ ഭാഗം ഏതാണെന്ന് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് കറക്റ്റായിട്ട് വെച്ചിട്ട് ഫ്രണ്ടും ബാക്കും കറക്റ്റായി വെച്ചിട്ട് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. സ്ലീവ് ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ സ്ലീവ് തൊട്ട് താഴെ വരെ സൈഡ് നമ്മൾ എത്രയാണോ അലവൻസ് കൊടുത്തിരിക്കുന്നത് അത് വെച്ചിട്ട് കറക്റ്റായിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മതി. സ്ലീവിൻ്റെ എഡ്ജിലും ഞാൻ 1/2 ഇഞ്ച് ഞാൻ കൊടുത്തിരിക്കുന്ന അളവ് അങ്ങനെ സ്ലീവിൻ്റെ എഡ്ജിലും അങ്ങനെ മടക്കി അടിക്കുകയാണ്.
അതിനുശേഷം സ്ലീവ് മുതൽ താഴെ വരെ നമ്മുടെ 1 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഫ്രണ്ടും ബാക്കും ആ പാറ്റേൺ വെച്ച് കട്ട് ചെയ്തതുകൊണ്ട് നമുക്ക് മുകളിലും താഴെയും ഡിഫറൻസ് ഒന്നും വരില്ല. സ്ലീവ് മുതൽ കറക്റ്റായിട്ട് താഴെ വരെ രണ്ടും ഈവൺ ആയിരിക്കും. അപ്പോൾ ഈ മെഷർമെൻറ്റിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ മെഷർമെൻറ്റിൽ കട്ട് ചെയ്യുമ്പോൾ സ്റ്റിച്ചിങ് കൺഫ്യൂഷനേ വരില്ല. കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എല്ലാ പോർഷനും സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യാം. ഇതേപോലെ ഇനിയൊരു ഭാഗവും കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാം. എല്ലാവരും ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഈ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റിൽ അറിയിക്കണം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇത് അയൺ ചെയ്ത് നമ്മൾ താഴെ പീസൊക്കെ കൊടുത്ത് മടക്കിയിടിക്കുമ്പോൾ ഒന്നുകൂടി ഫിനിഷിംഗ് ആയിരിക്കും. കണ്ടോ, ഡാർട്ടിൻ്റെ അവിടെയൊക്കെ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഈവൺ ആയിരിക്കും. ഞാൻ അയൺ ചെയ്യാത്തത് കൊണ്ടുള്ള ചെറിയ ചുളുക്കങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ആം ഹോളിൻ്റെ അവിടെ നമ്മളിത് ബോഡിയിലിടുമ്പോൾ ചുളുക്കങ്ങളൊന്നും വരില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്ത് വെക്കണേ. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന തുന്നലിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ഇനിയൊരു തുന്നൽ വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും. ബൈ.